പാം ഷെരീഫ് വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ കാട്ടിലോ തൊടിയിലോ അല്ലെങ്കിൽ പുഴയരികിലോ ഒന്നുമല്ല. ഇത് ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉള്ളിലെ ഒരു പാർക്കിലാണ് കേട്ടോ. പാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ് ഈ പാർക്ക്. ലോകത്തെ എങ്ങനെയൊക്കെ അത്ഭുതപ്പെടുത്താനാവുമെന്നാണ് ഖത്തർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെയും കണക്കാക്കേണ്ടത്. ഇതിനകത്ത് പ്രവേശിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ വലിയൊരു ഡോള് നമുക്ക് കാണാൻ സാധിക്കും. ആ ഡോളിൻ്റെ ബാക്കിലൂടെ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് നമ്മൾ ലാസ്റ്റ് ഏറ്റവും അവസാനത്തേക്ക് പോകുമല്ലോ. സ്ലൈഡറിലൂടെയൊക്കെ കയറി ഇറങ്ങി നടന്നും സ്ലൈഡറിലൂടെ യാത്ര ചെയ്തൊക്കെ ഏറ്റവും അവസാനത്തേക്ക് പോകുമല്ലോ. അതിന് മുമ്പ് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മേലോട്ട് പോകാൻ ഒരു എലിവേറ്റർ ഉണ്ട്. ആ എലിവേറ്ററിൽ കൂടി മേലെ കയറുമ്പോൾ നമുക്ക് ട്രാം കിട്ടും. ഞാനങ്ങനെ ട്രാമിൽ കയറി ഇനി നേരെ പാർക്കിലേക്കുള്ള പോക്കാണ് കേട്ടോ. ഈ ട്രാമിലൂടെയുള്ള യാത്രയൊക്കെ ഒരു ഒന്നൊന്നര സംഭവമാണ്. കാരണം ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഫീലേ ഇല്ല. ഏതോ ഒരു നാട്ടിൽ കൂടി യാത്ര ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യത്തിലുള്ളത് ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് എന്നത് ഓർക്കുമ്പോൾ ഇതൊരു അത്ഭുതം തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദോഹ എയർപോർട്ട് എന്ന് പറയുന്നത് എന്നും വികസനത്തിൻ്റെ പാതയിലാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അവിടെ ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു ബസ്സിൽ കയറി നമ്മളെ വീണ്ടും എയർപോർട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ്. അങ്ങനെ വിസ്മയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തീർത്തുകൊണ്ട് ഖത്തർ എന്ന രാജ്യം ലോക ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റുകയാണ്. അങ്ങനെ നമ്മൾ ട്രാമിൽ നിന്നും ഇറങ്ങി ട്രാം ലെവലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ പാർക്കിലേക്കുള്ള വഴി കാണുന്നത്. പക്ഷേ ഈ പോക്കിനിടെ കൂടാതെ എയർപോർട്ടിനുള്ളിൽ സൂക്ക് വാക്കിഫിൻ്റെ ഒരു മിനിയേച്ചർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതെൻ്റെ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനത് കാണിച്ചിരുന്നു. ഈ കാണുന്ന C25-26 ദിശാഫലത്തിനെ മറികടന്നുകൊണ്ട് നേരെ പോവുക. ഒരു 10-20 അടി മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് അവിടെ ലിഫ്റ്റ് കാണും. ലിഫ്റ്റിലൂടെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അത്ഭുത പാർക്ക് കാണാനാകും. പാർക്കിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ്. പുറത്ത് കൊടും ചൂട് സഹിച്ചുകൊണ്ട് അകത്ത് പ്രവേശിക്കുന്ന ഒരാൾക്ക് ഇത് ശരിക്കും മനസ്സും ശരീരവും തണുപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ലിഫ്റ്റ് കൂടാതെ എലിവേറ്ററിലൂടെയും നമുക്ക് താഴെ ഇറങ്ങാം. ഇത് കണ്ടില്ലേ, എല്ലാവരുടെയും കൈകളിൽ പെട്ടികളാണ്. കാരണം ആരും ഇവിടെ ആസ്വദിക്കാനായി വന്നവരല്ല. യാത്രക്കിടയിൽ ഒരല്പസമയം അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിവിടെ നമുക്ക് ഒരു ഉല്ലസിക്കാൻ കഴിയും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഉല്ലാസകരമായ ഒരു അനുഭവം കൂടിയായിരിക്കും. പറയുന്നതിനേക്കാൾ കൂടുതൽ വാചാലമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതിനാൽ നമുക്കിനി കാഴ്ചകൾ കാണാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.